Module 2 Types of Inventory Control. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്വാണ്ടിറ്റേറ്റീവ് ഫോർകാസ്റ്റിങ്ങിൻ്റെ ടെക്നിക്സ് ആയിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാളിറ്റേറ്റീവ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് ആണ്. Qualitative forecasting method is characterized as the approach of analysis of data gathered from the opinions of an expert or experienced professionals in an organization. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസോ അവിടെയുള്ള പ്രൊഫഷണൽസിൻ്റെയോ അല്ലെങ്കിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുടെ അടുത്തോ നിന്ന് ഒപ്പീനിയൻസ് സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഒപ്പീനിയൻസിൻ്റെ ബേസിസിൽ ഡിമാൻഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ക്വാളിറ്റേറ്റീവ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്. നമ്മൾ പറഞ്ഞു ക്വാണ്ടിറ്റേറ്റീവ് എപ്പോഴും ന്യൂമറിക്കൽ ഡാറ്റയിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫോർകാസ്റ്റിംഗ് ആണ്. ഇവിടെ ന്യൂമറിക്കൽ ഡാറ്റ അതിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതല്ല. ഇവിടെ എന്താണ് ക്വാളിറ്റേറ്റീവ് ആണ്. ഓരോരുത്തരുടെ ഒപ്പീനിയൻസിൻ്റെ ബേസിസിലാണ് ഇവിടെ ഫോർകാസ്റ്റിംഗ് വെക്കുന്നത്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണ് എപ്പോഴും എത്രയായിരിക്കും വരുന്ന ഇയറുകളിലെ ഡിമാൻഡ് എന്നുള്ളത് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ എപ്പോഴും പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരുടെ ഒപ്പീനിയൻസിൻ്റെ ബേസിസിലാണ് ഇവിടെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. The qualitative forecasting method focuses on summative approaches for undertaking the forecasting process. ഇവിടെ എല്ലാവരുടെയും ഫോർകാസ്റ്റുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് എല്ലാത്തിനെയും കോമൺ ഒപ്പീനിയൻ എടുത്തുകൊണ്ടാണ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്ന മെത്തേഡാണ് ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ്. The opinion of the departmental head is recorded in the presence of a third party which is accumulated for forecasting. ഇവിടെ പറയുന്നത് ഒപ്പീനിയൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ആളോട് അവരുടെ ഒപ്പീനിയൻ എങ്ങനെയാണ് എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ വെച്ച് അടുത്ത ഇയറുകളിലെ ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ്. അടുത്ത ഇയറിൽ ഡിമാൻഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. വിത്ത് ദ പ്രസൻറ്റ് ഓഫ് എ തേർഡ് പാർട്ടി വിച്ച് ഇസ് അക്യുമുലേറ്റഡ് ഫോർ ഫോർകാസ്റ്റിംഗ്. ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ വേറൊരാൾ കൂടി അവിടെ ഉണ്ടാവും. അതായത് ഇവരെ ഒരു സിംഗിൾ റൂമിലിരുത്തിയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്ടിൽ വരുന്നത്. ദ ഒപ്പീനിയൻ ഓഫ് എ സ്റ്റാഫ് ഇസ് റെക്കോർഡഡ് ഇൻ ദ ക്ലോസ്ഡ് റൂം ഇൻ സിംഗിൾ മാനർ ഫോർ അസസിങ് ദ വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ ഓരോ എംപ്ലോയീസിനെയും അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ സ്റ്റാഫിൻ്റെയും കൂടെ ഒപ്പീനിയൻ ഇവിടെ എടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ഒപ്പീനിയൻ എടുക്കുന്നത് അവരെ സിംഗിളായിട്ട് വിളിച്ചിരുത്തി അവരുടെ ഒപ്പീനിയൻ എടുക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഒപ്പീനിയൻ അവർക്ക് പേഴ്സണൽ ബയസ് ഇല്ലാതെ തന്നെ അവർക്ക് കറക്റ്റായിട്ടുള്ള ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് മച്ച് റിലയബിൾ ആയിരിക്കും. വേറെ ഏതൊരു ഒപ്പീനിയനേക്കാളും അല്ലെങ്കിൽ ഏതൊരു മെത്തേഡിനേക്കാളും റിലയബിലിറ്റി കൂടുതലായിരിക്കും ഈ ഒരു മെത്തേഡിന്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡെൽഫി മെത്തേഡിൽ പറയുന്നത് ഇവിടെ ഡെൽഫി മെത്തേഡ് ഇസ് ബേസ്ഡ് ഓൺ ആൻ അസംപ്ഷൻ ദാറ്റ് ഗ്രൂപ്പ് ഫോർകാസ്റ്റ് ഇസ് മോർ ആക്യുറേറ്റ് ദാൻ ഇൻഡിവിജ്വൽ റെസ്പോൺസസ്. ഇപ്പോൾ ഡെൽഫി മെത്തേഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഫോർകാസ്റ്റാണ് ഇൻഡിവിജ്വൽ ഫോർകാസ്റ്റിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് എന്നാണ് പറയുന്നത്. നമ്മൾക്കറിയാം കുറേ ആൾക്കാർ ഗ്രൂപ്പായിട്ടിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ സജഷൻസും കൂടുതൽ ഒപ്പീനിയൻസും കൂടുതൽ പല വേസിൽ ചിന്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ പല ഏരിയാസിൽ നിന്നുള്ള ഒപ്പീനിയൻസ് പല ഫാക്ടേഴ്സിനെ നമ്മൾക്ക് അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ഒപ്പീനിയനിലെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ the objective is to obtain consensus or common opinion from group of experts. ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സിൽ നിന്നും എല്ലാവരുടെയും ഒപ്പീനിയൻസ് കൂട്ടിച്ചേർത്ത് ഒരു കോമൺ ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. എ ഫെസിലിറ്റേറ്റർ ഇസ് അപ്പോയിൻറ്റഡ് ടു ഇംപ്ലിമെൻറ്റ് ആൻഡ് മാനേജ് ദ പ്രോസസ്. ഇവിടെ ഒരു ഫെസിലിറ്റേറ്ററിനെ അവർ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഒരു ഫെസിലിറ്റേറ്റർ, അതായത് ഒരു സെമിനാറൊക്കെ എടുക്കുമ്പോൾ അതിലൊരു മെയിൻ ആളെ അല്ലെങ്കിൽ കോർഡിനേറ്ററിനെ വെക്കുന്നത് പോലെ ഇവിടെയും ഒരു കോർഡിനേറ്ററിനെ വെക്കുന്നുണ്ട്. അയാളായിരിക്കും ഇവിടെ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതും. ദെൻ ദിസ് മെത്തേഡ് സീക്സ് ടു reach the correct response through consensus. It seeks to reach a correct response through consensus. അതായത് കോമൺ ഒപ്പീനിയൻസിലൂടെ കറക്റ്റായിട്ടുള്ള ഒരു റെസ്പോൺസിലേക്ക് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ഒപ്പീനിയനിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾക്ക് സാധിക്കും. ദെൻ ഇവിടെ ഡെൽഫി മെത്തേഡ്സിൻ്റെ സ്റ്റെപ്സ് പറയുന്നുണ്ട്. എ പാനൽ ഓഫ് എക്സ്പേർട്സ് ഈസ് അസംബിൾഡ്. ആദ്യം തന്നെ കുറച്ച് എക്സ്പേർട്സിനെ നമ്മൾ അസംബിൾ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ കുറച്ച് എക്സ്പേർട്സിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇരുത്തി ഒരു ഗ്രൂപ്പായിട്ട് അവരെ ഫിക്സ് ചെയ്യും. ദെൻ ഫോർകാസ്റ്റിംഗ് ടാസ്ക് ഓർ challenges are set and distributed to the experts.
അത് കഴിഞ്ഞിട്ട് അവർക്ക് ഫോർകാസ്റ്റിംഗ് ടാസ്ക് അവർക്ക് കൊടുക്കും. ദെൻ എക്സ്പേർട്സ് റിട്ടേൺസ് ഇനീഷ്യൽ ഫോർകാസ്റ്റ് ആൻഡ് ജസ്റ്റിഫിക്കേഷൻസ്. അവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്കുകളെ അസസ് ചെയ്ത് അതിനെ അനലൈസ് ചെയ്തിട്ട് അവരുടെ ഇനീഷ്യൽ ഫസ്റ്റ് ഫോർകാസ്റ്റ് അവർ കൊടുക്കും. അതിനുള്ള റീസൺസ് എന്തുകൊണ്ട് ആ ഒരു ഫോർകാസ്റ്റ് വന്നു എന്നതിനുള്ള ജസ്റ്റിഫിക്കേഷനും കൊടുക്കും. ദിസ് ആർ compiled and summarized in order to provide feedback. അപ്പോൾ ദെൻ ഇവർ കൊടുത്ത ആ ഫോർകാസ്റ്റുകളെയും ജസ്റ്റിഫിക്കേഷൻസും അതിൻ്റെ റീസൺസിനെയും സമ്മറൈസ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഇവർക്ക് റിട്ടേൺ കൊടുക്കും. ഓക്കെ, ദെൻ ഫീഡ്ബാക്ക് is provided to the experts who now review their forecast in light of the feedback. This step may be iterated until a satisfactory level of consensus is reached. അപ്പോൾ പറയുന്നത് എന്താണ്, നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്തു, ആദ്യം തന്നെ എക്സ്പേർട്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ എക്സ്പേർട്സിന് ഇത് ചെയ്യാനുള്ള ടാസ്ക് കൊടുത്തു, ഫോർകാസ്റ്റ് ചെയ്യാനുള്ള ടാസ്ക് കൊടുത്തു. അവർ ഇനീഷ്യൽ ഫോർകാസ്റ്റ് നമ്മൾക്ക് തന്നു. ദെൻ ആ ഇനീഷ്യൽ ഫോർകാസ്റ്റിനെയും അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻസിനെയും അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്തു. ദെൻ ഇവിടെ ആ ഫീഡ്ബാക്കിനെ അവർ അനലൈസ് ചെയ്യുകയാണ്. ദെൻ അനലൈസ് ചെയ്തിട്ട് അവർക്കൊരു സാറ്റിസ്ഫാക്ടറി ഫോർകാസ്റ്റ് കിട്ടുന്നത് വരെ ഈ ഒരു പ്രോസസ്സ്, ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ടുള്ള ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതായത് അവർ ഫോർകാസ്റ്റ് ഉണ്ടാക്കുന്നു, ദെൻ അതിൻ്റെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു, ഫീഡ്ബാക്ക് തിരിച്ച് എക്സ്പേർട്സിന് കൊടുക്കുന്നു. ദെൻ ആ ഫീഡ്ബാക്ക് അനലൈസ് ചെയ്തിട്ട് അവർ വീണ്ടും അടുത്ത ഫോർകാസ്റ്റ് കൊടുക്കുന്നു. ദെൻ വീണ്ടും അതിന് ഫീഡ്ബാക്ക് കൊടുക്കുന്നു, വീണ്ടും അത് റിവ്യൂ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അൺടിൽ അവർക്ക് ഒരു സാറ്റിസ്ഫാക്ടറി ഫോർകാസ്റ്റ് കിട്ടുന്നത് വരെ. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഫൈനൽ ഫോർകാസ്റ്റ് ആർ കൺസ്ട്രക്റ്റഡ് ബൈ അഗ്രഗേറ്റിംഗ് ദ എക്സ്പേർട്സ് ഫോർകാസ്റ്റ്. അപ്പോൾ എക്സ്പേർട്സിൻ്റെ ഫോർകാസ്റ്റുകളൊക്കെ അഗ്രഗേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഫൈനൽ ഫോർകാസ്റ്റിലേക്ക് എത്തുന്നു. ഇതാണ് ഡെൽഫി മെത്തേഡിൻ്റെ സ്റ്റെപ്സും അതിൻ്റെ മീനിങ്ങും. ഓക്കെ, ദെൻ അടുത്ത് വരുന്ന ഒരു മെത്തേഡാണ് മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് നമ്മൾ അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എങ്ങനെയായിരിക്കും, അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും മാർക്കറ്റിൽ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് മാർക്കറ്റ് റിസർച്ച്. Okay, market research is done by the business or a company itself with the objective of gathering information that can be used to improve the product, service or functions. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഡക്ട്സിലോ അവർ കൊടുക്കുന്ന സർവീസിലോ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസിലോ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷൻസിനെയോ പ്രോഡക്റ്റിനെയോ സർവീസിനെയോ കസ്റ്റമേഴ്സ് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, നല്ല രീതിയിൽ ആക്സസ് ചെയ്യുന്നുണ്ടോ, അതെങ്ങനെയാണ് കസ്റ്റമേഴ്സിൽ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഗ്യാദർ ചെയ്യാൻ, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അനലൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ കമ്പനികൾ തന്നെ നടത്തുന്ന ഒരു റിസർച്ചാണ് മാർക്കറ്റ് റിസർച്ച്. Then market research and market analysis are also considered as an important forecasting technique which is used to identify the customer's demand and trend to deliver the product in that dimension. Okay, അപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് മാർക്കറ്റ് അനാലിസിസ് അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് ചെയ്യാറുണ്ട്. ഓരോ കസ്റ്റമേഴ്സും എങ്ങനെയാണ് പ്രൊഡക്റ്റിനെ ആക്സസ് ചെയ്യുന്നത്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ദെൻ ദിസ് ടെക്നിക് ഓൾസോ അസിസ്റ്റ് ഇൻ പെർഫോമിംഗ് ദ ഓപ്പറേഷൻ ഓഫ് ലോജിസ്റ്റിക്സ് ബൈ പ്രിപ്പയറിംഗ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ് അക്കോർഡിംഗ് ടു ദാറ്റ് ഡയമെൻഷൻ. അപ്പോൾ ഈ ടെക്നിക്ക് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ആ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് ഫോർ പെർഫോമിംഗ് ദ ഓപ്പറേഷൻസ് ഓഫ് ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും അതിൽ പ്രൊഡക്ട്സ് സർവീസസ് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം അനുസരിച്ച് അവരുടെ ഡിമാൻഡ് എങ്ങനെയാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഡിമാൻഡിൽ ചേഞ്ചസ് വന്നത് എന്നുള്ള ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്തുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പ്രൊഡക്ട്സും സർവീസസും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് വെയർഹൗസിംഗ് ആൻഡ് സ്റ്റോഴ്സ് മാനേജ്മെൻറ്റ്. വെയർഹൗസിംഗ് ആൻഡ് സ്റ്റോഴ്സ് മാനേജ്മെൻറ്റിൽ സ്റ്റോറേജ് എന്ന് പറയുന്നതും വെയർഹൗസ് എന്ന് പറയുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് വെയർഹൗസിംഗ് ആൻഡ് സ്റ്റോർസ് മാനേജ്മെൻറ്റിൽ സ്റ്റോറേജ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. സ്റ്റോറേജ് ആർ ഗോഡൗൺസ് ഫോർ കീപ്പിംഗ് ആൻഡ് സ്റ്റോറിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്, കമ്പോണൻറ്റ്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ടൂൾസ്, മെയിൻ്റനൻസ്, റിപ്പയറിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്യുപ്മെൻറ്റ്സ്,
ആൻഡ് സപ്ലൈസ് റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനെ റിലേറ്റ് ചെയ്ത് വരുന്ന റോ മെറ്റീരിയൽസ്, കമ്പോണൻസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അങ്ങനെയുള്ള ഐറ്റംസ്, ഓപ്പറേറ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത്. ദെൻ വെയർഹൗസസ്. Warehouses are the godown for keeping and storing finished goods, facilitating to the marketing and distribution function of the enterprise. അപ്പോൾ ഒരു എൻ്റർപ്രൈസിൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, മാർക്കറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ പ്ലേസ് ഓഫ് ഡെലിവറി അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ഇത് രണ്ടും ചെയ്യുന്നത് വെയർഹൗസിങ് ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ഫിനിഷ്ഡ് ഗുഡ്സാണ്. വെയർഹൗസിങ്ങിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫിനിഷ്ഡ് ഗുഡ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഫിനിഷ്ഡ് ഗുഡ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് വരുന്നത് ഫോർ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ ആൻഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഫൈനൽ ഗുഡ്സിനെ ഓർഗനൈസേഷനിൽ നിന്നും അതിൻ്റെ ഫൈനൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ആ പ്രോസസ്സിൽ വരുന്നതാണ് വെയർഹൗസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം സ്റ്റോറേജും വെയർഹൗസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, സ്റ്റോറേജ് എപ്പോഴും റോ മെറ്റീരിയൽസും അതിൻ്റെ സെമി ഫിനിഷ്ഡ് ഗുഡ്സും കമ്പോണൻസും ഒക്കെയാണ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അവിടെ ഒരിക്കലും ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. ഓക്കെ, പക്ഷേ വെയർഹൗസിങ്ങിൽ അങ്ങനെയല്ല. വെയർഹൗസിങ്ങിൽ റോ മെറ്റീരിയൽസും വർക്ക് ഇൻ പ്രോഗ്രസ്സും ഒന്നും വരുന്നില്ല. ഇവിടെ ഫിനിഷ്ഡ് ഗുഡ്സിനെയാണ് കീപ്പ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, then in logistics and supply chain perspective, warehouses perform the storing function where goods are stored in bulk quantities, and from there a new and a different small assortment of goods is selected and moved forward to be dispersed to the next level. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബേസിസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെയർഹൗസിങ് സ്റ്റോറിങ് ഫംഗ്ഷനാണ് ചെയ്യുന്നത്. അവിടെ ഗുഡ്സിനെ ബൾക്ക് ക്വാണ്ടിറ്റീസിന് വലിയ ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽസ് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മളുടെ ഡിസ്പാച്ച് ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ എപ്പോഴാണോ അത് ഡെലിവറി ചെയ്യേണ്ടത് ആ ഒരു ടൈം വരെ നമ്മളുടെ വെയർഹൗസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്നും ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയിട്ട്, ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ടാണ് വെയർഹൗസിലേക്ക് അത് വരുന്നത്, അവിടെ നിന്നും ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയിട്ട് കസ്റ്റമേഴ്സിലേക്ക് ഇത് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് ഈ ഒരു പ്രോസസ്സിൽ വരുന്നത്. അടുത്തതാണ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ്. ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ emphasizes the movement of goods rather than their storage and other customer-oriented logistical services such as sales, market intelligence, traffic, credit and other merchandising services of manufacture. It is also called distribution warehouses. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ വെയർഹൗസസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് മാത്രമേ വരുന്നുള്ളൂ. അവിടെ സ്റ്റോറേജ് വരുന്നില്ല. അതുപോലെ അതർ കസ്റ്റമർ ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള സെയിൽസോ മാർക്കറ്റ് ഇൻ്റലിജൻസോ ട്രാഫിക്കോ അങ്ങനെയുള്ളതൊന്നും ഇവിടെ വരുന്നില്ല. ജസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് മാത്രമേ വരുന്നുള്ളൂ. ഇതിനെ ഡിസ്ട്രിബ്യൂഷൻ വെയർഹൗസസ് എന്ന് പറയും. ഓക്കെ, മെയിൻ വെയർഹൗസിൽ നിന്ന് ഈ ഡിസ്ട്രിബ്യൂഷൻ വെയർഹൗസിലൂടെയാണ് കസ്റ്റമറിലേക്ക് പ്രോഡക്റ്റ്സ് എത്തുന്നത്. സോ ഇവിടെ സ്റ്റോറേജ് ഇല്ല, ജസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് മാത്രമേ വരുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് വെയർഹൗസ് മാനേജ്മെൻറ്റ്. ഒരു വെയർഹൗസ് മാനേജ്മെൻറ്റ്, ഇത്ര നമ്മൾ പറഞ്ഞത് വെയർഹൗസ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. വെയർഹൗസ് മാനേജ്മെൻറ്റിന് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത് എന്നുള്ളത് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് ഇൻവെൻറ്ററി കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്. വെയർഹൗസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എൻഹാൻസസ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ബൈ ഡിക്രീസിങ് ഇൻവെൻറ്ററി ലെവൽസ്, ഇംപ്രൂവിങ് ഓർഡർ ഫുൾഫിൽമെൻറ്റ്, റെഡ്യൂസിങ് ഓർഡർ സൈക്കിൾ ടൈം. അപ്പോൾ ഇവിടെ വെയർഹൗസ് മാനേജ്മെൻറ്റിലൂടെ കറക്റ്റായിട്ട് വെയർഹൗസ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇൻവെൻറ്ററി ലെവൽസ്, പല ലെവൽസ് ഓഫ് ഇൻവെൻറ്ററി ഉണ്ട്. മിനിമം, മാക്സിമം, റീ ഓർഡർ ലെവൽ, പിന്നെ ലാസ്റ്റ് വരുന്നത് ഡേഞ്ചർ ലെവൽ, അങ്ങനെ പല ലെവൽസ് ഓഫ് ഇൻവെൻറ്ററി ഉണ്ട്. ഈ ഓരോ ലെവലിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഇൻവെൻറ്ററീസ് എത്രയാണ് എന്നുള്ളതും അതുപോലെ തന്നെ ഇപ്പോൾ റീ ഓർഡർ ലെവലിലൊക്കെ കറക്റ്റായിട്ട് എപ്പോഴാണ് അത് റീ ഓർഡർ ചെയ്യേണ്ട ടൈം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ഇൻവെൻറ്ററി മാനേജ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം അവിടെ എത്ര റോ മെറ്റീരിയൽസ് ഉണ്ട്, എത്ര മെറ്റീരിയൽസ് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്റ്റോക്ക് എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര മെറ്റീരിയൽസ് ബാലൻസ് ഉള്ളപ്പോൾ നമ്മൾ റീ ഓർഡർ ചെയ്യണം, എത്ര മിനിമം മെറ്റീരിയൽസ് ആയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ, മാക്സിമം എത്ര മെറ്റീരിയൽസ് കീപ്പ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ മെറ്റീരിയലിൻ്റെ വേസ്റ്റേജ് അവിടെ ഉണ്ടാവില്ല. കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസേ അവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ,
ദെൻ ഇംപ്രൂവിങ് ഓർഡർ ഫുൾഫിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ടുള്ള സ്റ്റോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഓർഡേഴ്സിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾക്ക് ഓർഡർ വരുമ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്നും ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു സ്ഥലത്ത് നിന്നും നമുക്ക് പ്രോഡക്റ്റ്സ് കൊണ്ടുവന്നിട്ട് ഡെലിവറി ചെയ്ത് വരുമ്പോഴേക്കും അതിൽ ഡിലേ വരുന്നു. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ഓർഡേഴ്സ് വരുമ്പോൾ അപ്പോൾ തന്നെ അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ റെഡ്യൂസിങ് ഓർഡർ സൈക്കിൾ ടൈം എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. ഓർഡർ പ്രോസസ്സ് ചെയ്യാനുള്ള ഡിലേയ്സ് ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് ഡിസൈൻ ടു കൺട്രോൾ all of your warehouse's activities. A warehouse management solution makes inventory management much faster, easier and efficient task. അപ്പോൾ വെയർഹൗസ് മാനേജ്മെൻറ്റ് എന്നുള്ള ടാസ്കിനെ ഇവിടെ നല്ല ഈസി ആക്കാനായിട്ട് ഈ വെയർഹൗസ് മാനേജ്മെൻറ്റിലൂടെ സാധിക്കുന്നു. ഓക്കെ, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്നുള്ള ടാസ്കിനെ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാൻ, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഇതിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വിത്ത് ഇൻഫർമേഷൻ that is updated in real time, warehouse management system provides quick, accurate feedback. നമ്മൾ പറഞ്ഞു റിയൽ ടൈമിൽ എന്ന് പറയുമ്പോൾ ഏത് ടൈമിലാണോ അത് പ്രോഡക്ട്സ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ സ്റ്റോറേജ് ഹൗസിലേക്ക് എത്തുന്നത്, അപ്പോൾ നമ്മുടെ ഓൾറെഡി ഉള്ള സ്റ്റോക്കിൽ നിന്നും എത്ര സ്റ്റോക്ക് കൂടിയോ അത് അപ്ഡേറ്റ് ചെയ്യുന്നു. ദെൻ അതിൽ നിന്നും നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കുറച്ച് റോ മെറ്റീരിയൽസ് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ തന്നെ അതിൽ നിന്നും അത് മൈനസ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ റിയൽ ടൈമിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊവൈഡ് ക്വിക്കർ ആൻഡ് ആക്യുറേറ്റ് ഫീഡ്ബാക്ക്സ്, കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്കുകൾ ലഭിക്കാനും അതുപോലെ തന്നെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനും ഇൻവെൻറ്ററിനെ മാനേജ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. സോ കമ്പനീസ് ക്യാൻ റെസ്പോണ്ട് ഫാസ്റ്റർ ടു ദ ഡിമാൻഡ്സ് ഓഫ് ദെയർ കസ്റ്റമേഴ്സ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡിന് അപ്പം തന്നെ റിപ്ലൈ കൊടുക്കാൻ, അതായത് നമുക്ക് ഡിലേ ഒന്നും കൂടാതെ തന്നെ അവരുടെ ഡിമാൻഡിനെ ഫുൾഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. Then distributors and wholesalers know exactly what is in your warehouse, where it is located and when it needed to be replenished at all times. അപ്പോൾ ഇങ്ങനെ വെയർഹൗസിൻ്റെ കറക്റ്റായിട്ട് മെറ്റീരിയൽസ് എത്രയുണ്ട്, ഇനി എപ്പോൾ ഓർഡർ ചെയ്യണം, എത്ര മെറ്റീരിയൽസ് സ്റ്റോക്കിൽ നിന്നും എടുത്താൽ നമ്മൾക്ക് ഓർഡർ ഫുൾഫിൽ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ വെയർഹൗസിൽ എത്ര മെറ്റീരിയൽസ് ഉണ്ട് എന്നുള്ളതും എവിടെയാണ് അതിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഹോൾസെയിലേഴ്സിനും കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓർഡർ ഫുൾഫിൽമെൻറ്റും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും ഡിലേ ഒന്നും കൂടാതെ തന്നെ നടത്താൻ അവിടെ സാധിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് കസ്റ്റമർ സർവീസ് ആൻഡ് ട്രാക്കിംഗ്. മേക്കിംഗ് ഷുവർ പ്രോഡക്ട്സ് ഓർഡേർഡ് are in stock and customers get what they purchased is crucial to provide good customer service. അപ്പോൾ ഒരു ബെസ്റ്റ് കസ്റ്റമർ സർവീസ് എപ്പോഴും നോക്കേണ്ടത് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഓർഡർ തന്നെയാണ്, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി തന്നെയാണോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അവർ ഓർഡർ ചെയ്യുന്ന സമയത്ത് ആ പ്രോഡക്റ്റ്സ് സ്റ്റോക്കിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യണം. ദെൻ warehouse management system improves picking accuracy so orders are correct the first time. അപ്പോൾ പിക്കിംഗ് ആക്യുറസി നമ്മൾ പറഞ്ഞു, സ്റ്റോക്കിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, വെയർഹൗസിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ പ്ലേസിൽ നിന്നും അത് പിക്ക് ചെയ്യാനും ഡെലിവറി കറക്റ്റായിട്ട് നടത്താനും സാധിക്കുന്നു. Then it also make organizing and tracking shipments easier through automation. ഓട്ടോമേറ്റഡ് ആയിട്ട് വെയർഹൗസസ് കീപ്പ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ബാർകോഡ് ഇൻവെൻറ്ററി സിസ്റ്റം, റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഇൻവെൻറ്ററി, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അങ്ങനെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് ഷിപ്മെൻറ്റ്സ്, അതായത് നമ്മുടെ ഓർഡർ, കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ എവിടം വരെ എത്തിയിട്ടുണ്ട്, അത് ഏതൊക്കെ സ്ഥലങ്ങളിൽ കവർ ചെയ്തു പോയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ വർക്കർ അസൈൻമെൻറ്റ്സ്, ഷിപ്മെൻറ്റ് റൂട്ട്സ് ആൻഡ് pathways are all easily managed and tracked. This warehouse automation, up-to-date information, real-time tracking all leads to better accuracy and happier customer. അപ്പോൾ up-to-date ഇൻഫർമേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓർഡേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡേഴ്സ് ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓർഡർ എവിടം വരെ എത്തി, ഇൻ പ്രോസസ്സിംഗ് ആണോ, ഷിപ്പ് ചെയ്തോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ up-to-date ആയിട്ടുള്ള റിയൽ ടൈം ഇൻഫർമേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഹാപ്പിയർ കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നു. നെക്സ്റ്റ് ആണ് കമ്പനി പ്രൊഡക്ടിവിറ്റി.
A warehouse management system adds efficiency, consistency, and quality control to the process by helping you move goods through your warehouse at maximum speed, improving every stage of fulfillment process. അപ്പോൾ ഒരു വെയർഹൗസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ എഫിഷ്യൻ്റായിട്ട് നമ്മളുടെ വെയർഹൗസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഓർഡേഴ്സിനെ ഫുൾഫില്ല് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ദെൻ മാക്സിമം സ്പീഡിൽ വെയർഹൗസ് ചെയ്യാനും മാക്സിമം സ്പീഡിൽ നമ്മൾ കൊണ്ടുവരുന്ന പ്രോഡക്ട്സിനെ അതിൻ്റെ നേച്ചർ അനുസരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനും അതിനെ അവിടെ നിന്ന് മൂവ് ചെയ്യാനും എഫിഷ്യൻ്റായിട്ട് മൂവ് ചെയ്യാനും എല്ലാം ഇതിലൂടെ സാധിക്കുന്നു. Then workers are able to generate more work in less time because they have exactly what they need at right time. Then അപ്പോൾ അവിടെയുള്ള വർക്കേഴ്സിന് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് നമ്മൾ പറഞ്ഞു അവർക്ക് എവിടെയാണ് വെയർഹൗസിൽ എവിടെയാണ് സ്റ്റോക്ക് ഇരിക്കുന്നത്, അത് എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവർക്ക് കറക്റ്റ് ടൈമിൽ അവർക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് കറക്റ്റ് ടൈമിൽ അവരുടെ ഡിലേ ഒന്നും കൂടാതെ അവരുടെ വർക്ക് ഫിനിഷ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അതിലൂടെ എന്താണ് കറക്റ്റ് ടൈമിൽ അവർക്ക് പ്രൊഡക്ഷൻ നടത്താൻ സാധിച്ചാൽ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റിയും അതിലൂടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. The right warehouse management system can improve your sales and increase profit not simply by helping you sell more but by selling faster and more accurately to happier customer. Then ഇവിടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ റോ മെറ്റീരിയൽസും വർക്ക് ഇൻ പ്രോഗ്രസ്സും അവിടുത്തെ മെഷീനറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് അവർക്ക് റിട്ടേൺ കിട്ടുക എന്ന് പറയുന്നത് അവരുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് സെല്ല് ചെയ്യുക, മാക്സിമം സ്പീഡിൽ സെയിൽസ് നടക്കുക, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ടൈമിൽ ഇൻവെൻറ്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ഒരു ഓർഗനൈസേഷനിലെ പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് നടക്കുകയും അതിലൂടെ കറക്റ്റ് ടൈമിൽ സപ്ലൈ ചെയ്യാൻ പറ്റുകയും പ്രോഡക്റ്റ്സ് സപ്ലൈ ചെയ്യാൻ പറ്റുകയും അതിലൂടെ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റിയും സെയിൽസും ഇൻക്രീസ് ചെയ്യും. ദെൻ കസ്റ്റമറിൻ്റെ ഡിമാൻഡ് കൂടും, അതിലൂടെ പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, furthermore your existing workforce is able to pick and receive more items in less time with fewer errors. അപ്പോൾ അവിടെ എറേഴ്സ് കുറവായിരിക്കും, അതായത് ഏതൊക്കെ സ്ഥലത്ത് എത്രയൊക്കെ ഇൻവെൻറ്ററി ഇരിക്കുന്നുണ്ട് എന്നുള്ളത് വർക്കേഴ്സിന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റ് ടൈമിൽ അവരുടെ വർക്ക് ഫിനിഷ് ചെയ്യാനും ദെൻ എറേഴ്സ് കുറയ്ക്കാനും സാധിക്കും. This precision reduces customer inquiries and simplifies customer supports. അപ്പോൾ ഇതിലൂടെ കസ്റ്റമറിൻ്റെ ഇൻക്വയറീസ് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻക്വയറീസിനെ റെഡ്യൂസ് ചെയ്യാനും അതിലൂടെ തന്നെ കസ്റ്റമർ സപ്പോർട്ട് കറക്റ്റായിട്ട് സിംപിളി കസ്റ്റമർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, കസ്റ്റമർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹാർഡർ ടാസ്ക്കാണ്. കസ്റ്റമേഴ്സിനെ എപ്പോഴും നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ കറക്റ്റായിട്ട് ഇൻവെൻറ്ററി മാനേജ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യാനും അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇൻഫർമേഷൻ കൊടുക്കാനും സാധിക്കുന്നു. ദെൻ കസ്റ്റമർ സപ്പോർട്ട് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.